100 രൂപയുടെ പെട്രോൾ വാങ്ങാൻ ഇനി മിനറൽ വാട്ടറിന്റെ കുപ്പി എടുത്തുകൊണ്ട് പമ്പിൽ ചെന്നാൽ തരില്ല. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടി ചേർന്ന് ഒരു വിസ്മയകരമായ തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. 7000 രൂപയുടെ കന്നാസ് വാങ്ങണം. ശ്രദ്ധിക്കുക, 7000 രൂപയുടെ കന്നാസ് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഇനി പെട്രോൾ പമ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് 100 രൂപയുടെ പെട്രോൾ തരുള്ളൂ. അത് വഴിയിലായ ബൈക്കുകൾ മാത്രമല്ല, ഇനി ജനറേറ്ററിൽ അടിക്കാൻ, അല്ലെങ്കിൽ ഈ ഗ്രാസ് കട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനുകളിൽ അടിക്കാൻ, മറ്റ് ഏതെങ്കിലും യന്ത്ര സംവിധാനങ്ങൾക്ക്, അതായത് ഈ ബോട്ടിൽ മീൻ പിടിക്കുന്നവരെല്ലാം കുപ്പിയിലും ചെറിയ കന്നാസിലൊക്കെയാണ് പെട്രോൾ വാങ്ങിക്കൊണ്ടുപോയി അവരുടെ ഉപജീവനം നടത്തിയിരുന്നത്. ആ ഉപജീവനം ഇനി നീയൊക്കെ നടത്തണ്ട. എങ്ങനെ നടത്തിയാൽ മതി? ഇത് കേട്ടെ. പെട്രോൾ പമ്പുകളിൽ ക്യാനിൽ ഇന്ധനം നൽകുന്നത് നിരോധിച്ചു. ഇന്ധനം കഴിഞ്ഞ് വഴിയിൽ കുടുങ്ങുന്ന യാത്രക്കാർക്കാണ് വലിയ തിരിച്ചടി. വണ്ടി ഉന്തി പമ്പിൽ എത്തിക്കേണ്ട അവസ്ഥയാണ്. 7500 രൂപ വിലയുള്ള പ്രത്യേക ക്യാൻ വാങ്ങിയാൽ മാത്രം ഇന്ധനം പകർന്നു കിട്ടും. എന്തൊരു കരുതലാണ്! എവിടെയെങ്കിലും വെച്ച് പെട്രോൾ തീർന്നു പോയി കഴിഞ്ഞാൽ ഉരുട്ടി അടുത്ത പമ്പ് എത്തിയല്ലാതെ നിങ്ങൾക്ക് പെട്രോൾ കിട്ടാൻ പോകില്ല. അവസ്ഥ നോക്കണേ. ചിലരൊക്കെ ന്യായീകരിക്കുന്നുണ്ട്. കാര്യം, ഇടയ്ക്ക് പെട്രോൾ വില കൂടിയപ്പോൾ ഒരമ്മാവനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എനിക്ക് 2 ലക്ഷം രൂപ മാസം പെൻഷൻ കിട്ടും, അതുകൊണ്ട് എന്നെ ബാധിക്കില്ല പെട്രോൾ വില കൂടുന്നത് എന്ന് പറയുന്നത് പോലെ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യരെ കാണുകയും അവരുമായി സഹകരിക്കുകയും ചെയ്യുന്നു എന്നതിന്റെ ഗുണം കൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് മേൽ അപ്രായോഗികമായി അടിച്ചേൽപ്പിക്കുന്ന ഇത്തരം പ്രവൃത്തി കൊണ്ട് ആരെയാണ് ദ്രോഹിക്കുന്നത്? സാധാരണക്കാർക്ക് ബോട്ടിൽ മീൻ പിടിക്കാൻ പോകാൻ എഞ്ചിനിൽ പെട്രോളോ ഡീസലോ ഒഴിക്കണം. എവിടെ പോയി അവർ 7000 രൂപയുടെ ക്യാൻ വാങ്ങും? ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഈ ജോലിക്ക് പോകാതെ അന്തസ്സായിട്ട് അവർ 2 ദിവസം വീട്ടിൽ കിടന്ന് ജീവിച്ചേനെ. മഴയത്തും വെയിലത്തും മീൻ പിടിക്കാൻ പോകുമ്പോൾ അത് കന്നാസിൽ തരില്ല, കുപ്പിയിൽ തരില്ല. പിന്നെ എന്തിനാ തരിക? അത് അംബാനി അദാനിയും ഇതിനു വേണ്ടി പുതിയ ക്യാൻ ഇറക്കാൻ പോവാണ്. ആ ക്യാൻ വാങ്ങിച്ച് ഇനി പെട്രോൾ വാങ്ങിച്ചാൽ മതി. വഴിയിലായി കഴിഞ്ഞാൽ നീയൊക്കെ തള്ളി പമ്പിൽ എത്തിക്കുകയോ അല്ലെങ്കിൽ കെട്ടി വലിച്ച് പമ്പിൽ കൊണ്ടുവന്ന് പെട്രോൾ അടിച്ചാൽ മതി. അല്ലാതെ ഒരുത്തന് സുഖിക്കണ്ട. ഏതെങ്കിലും ചില സംഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കാടടച്ച് വെടിവെക്കുന്നത് പോലെ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെ എന്ത് ഗുണമാണ് ജനങ്ങൾക്കുണ്ടാകുന്നത്? മിനറൽ വാട്ടറിന്റെ കുപ്പിയിലില്ലെങ്കിൽ 10-20 രൂപയുടെ ചെറിയ ഏതെങ്കിലും ബോട്ടിലുകൾ വിതരണം ചെയ്ത് അത് കൊണ്ട് ചെന്നാൽ പെട്രോൾ കൊടുക്കുമെന്നല്ല, അത് ചില ബ്രാൻഡഡ് കന്നാസ് തന്നെ വേണം. ആ ബ്രാൻഡഡ് കന്നാസുകാരാണ് ഇപ്പോ നമുക്ക് കൂടുതൽ പ്രയോജനമുള്ളത്. അതുകൊണ്ട് അത്തരം തീരുമാനങ്ങൾ എടുത്താൽ നടപ്പിലാക്കിയാൽ മതി എന്നുള്ള രാജകൽപ്പനകൾ അടിച്ചേൽപ്പിക്കുകയാണ്. 1-2 ഒറ്റപ്പെട്ട സംഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഇത്തരം പ്രവർത്തികൾ ചെയ്തതിന് ശേഷം ചില വമ്പന്മാർക്ക് വേണ്ടി അന്യായമായി നടപ്പിലാക്കുന്ന ഇത്തരം പ്രവർത്തികൾ അത് വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഭരണവും സുഖലോലുപതകളും അനുഭവിക്കുന്നവർ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട നിയമങ്ങളാണ് നടപ്പിലാക്കേണ്ടത്. അല്ലാതെ ഒറ്റയടിക്ക് ഏതെങ്കിലും 1-2-3 സംഭവം എടുത്തിട്ട് ഭൂരിപക്ഷം മനുഷ്യരും അനുഭവിക്കുന്ന ദുരവസ്ഥയ്ക്ക് കൂനിന്മേൽ കുരുപോലെ ഇത്തരം തീരുമാനങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതിനെ പുച്ഛിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല.